കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. അതാ വരുന്നു ഓസ്കാർ ജേതാവ്. എന്റെ നമ്പരായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. മലയാളിയോട് ഇംഗ്ലീഷിലും അലവലാതി പെണ്ണുങ്ങളോട് പച്ച മലയാളത്തിലും കുമ്പിടുകയും ചെയ്യുന്ന പൂക്കുട്ടി എത്തി. പൂക്കുട്ടി എന്നല്ല വിളിക്കേണ്ടത്, പൂക്കുറ്റി എന്ന് വിളിക്കണം. പേരാണെങ്കിൽ റസൂൽ, പ്രവർത്തികൾ ശൈത്താൻ്റേതും എന്ന് പറയേണ്ടി വരുന്ന സാക്ഷാൽ റസൂൽ പൂക്കുറ്റി എത്തി. എനിക്കൊരു വിഷമമില്ല. രണ്ട് പെണ്ണ് കെട്ടിയ ഡേഞ്ചർ ബോയ്സ് ഫിറോസും ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. രണ്ട് കെട്ടി ഇപ്പോൾ മൂന്നാമൻ്റെ ഗർഭം ധരിച്ച ഭാര്യയും സമയമില്ലാത്ത പൂക്കുറ്റിയുടെ ഗർഭമുണ്ടാക്കലുമൊക്കെയാണ് ഇപ്പോൾ തുറക്കുന്ന യൂട്യൂബിലെല്ലാം പറയുന്നത് ഈ ഒരു വിഷയം മാത്രമാണ്. ഫിറോസേ, നീ ഇത്ര തങ്കപ്പെട്ടവനാണ് എന്ന് അറിഞ്ഞില്ലടാ മുത്തേ. നീയാണ് പുരുഷവർഗത്തിലെ യഥാർത്ഥ അച്ഛൻ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. മൂന്നാമതൊന്ന് കെട്ടി നന്നായി ജീവിക്കടാ കരളെ എന്നൊക്കെയാണ് ഈ പ്രോഗ്രാമുകളുടെ യൂട്യൂബുകളുടെ താഴെ ഓരോരുത്തർ എഴുതിയിരിക്കുന്നത്. നീയാണടാ മുത്ത്. സ്വന്തം ഭാര്യ കണ്ടവൻ്റെ ഗർഭിണിയായത് കണ്ടിട്ടും നീ സമചിത്തതയോടെ ഇരിക്കുന്നില്ലടാ. കെട്ട് മൂന്നാമത് വേറൊന്ന്, നിന്റെ കൂടെ ഞങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശബ്ദം വിറ്റ് ജീവിക്കുന്ന പെണ്ണും പിള്ളയോടൊപ്പം കരിയായിലൊഴിച്ച് മലയാളി മംഗന്മാരുടെ ധീര വനിതയായ ഫ്ലാഷ് ബാക്ക്. നിയമമില്ലാത്തതിന്റെ ഇതാണ് ഈ കാണുന്നത്. ഒരുത്തനുടെ ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന ഒരുത്തൻ, അവന് കൊടുക്കാൻ അറിയാമയ്യാഞ്ഞിട്ടല്ല കൊടുക്കാത്തത്. കേരളത്തിന്റെ നിയമവ്യവസ്ഥയോട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ പറയാനുള്ളത്. കേരളത്തിന്റെ നിയമവ്യവസ്ഥയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആക്രോശം പറയുന്നത്. എന്താ പറയാ, മുട്ടൻ തെറി വിളിച്ച് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? കരിയോയിലിന് പിന്തുണ പ്രഖ്യാപിച്ച രണ്ട് കൂതറകളിൽ ഒന്നും ഈ സ്റ്റോറിയുടെ പിന്നാലെ ഇറങ്ങിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ പിടിച്ച് മൊത്തത്തിൽ ചോദിച്ചാൽ ആകെ മൊത്തം ടോട്ടൽ രസകരമാണ് കാഴ്ചകൾ. കയ്യിന്ന് പോയടാ ചാർലി. തലയിൽ കണ്ണട സദാ വച്ച് വിചിത്ര വേഷങ്ങളിട്ട് മലയാളിയോട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടിയെപ്പോലെ സദാ സംസാരിക്കുന്ന പൂക്കുട്ടി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുന്ന തലയിൽ കണ്ണട വെച്ച ഒരു പുരുഷൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ആ മനുഷ്യൻ താണ് വീണ് കേഴുന്നത് മാത്രമല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല, ഈ ഗർഭം എൻ്റെ ഭർത്താവ് ഞാനല്ല, എൻ്റെ ഗർഭം ഇങ്ങനല്ല. ഉദ്യോഗസ്ഥൻ്റെ തലയിൽ നമുക്ക് നിൻ്റെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ്റെ തലയിൽ വച്ച് കെട്ടാം എന്നൊക്കെയുള്ള ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അഞ്ചൽ വിളക്കുപാറ ഗ്രാമത്തിലെ പള്ളിക്കൂടത്തിൽ പഠിക്കാത്ത ആളെപ്പോലെയാണ്. ഒരു പെണ്ണിനെ പിടിച്ച് ഗർഭിണിയാക്കുക, എന്നിട്ട് അവിടെ പറയാ നിന്റെ റിട്ടയർഡ് ഭർത്താവില്ലേ അവന്റെ തലയിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. മനസ്സിലായോ? നമ്മളുടെയൊക്കെ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുള്ളൂ. ജനിച്ചതേ ഇംഗ്ലീഷിൽ സായിപ്പിൻ്റെ നാട്ടിലാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ പെണ്ണ് പിടിക്കുമ്പോൾ പെണ്ണുങ്ങളോട് താണ് വീണ് കേണ അപേക്ഷിക്കുന്ന എല്ലാം ശുദ്ധ മലയാളത്തിലാണ്. ഇത് പത്മശ്രീ മാഞ്ചു വെച്ചിട്ടാണ് കള്ളവെടി വയ്ക്കാൻ പോണത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇയാൾക്ക് കാമഭ്രാന്ത് അടക്കാനാവുന്നില്ല എങ്കിൽ ഇരുചെവി അറിയാതെ കണ്ടവൻ്റെ ഭാര്യയല്ലാത്ത നല്ല പെൺപിള്ളേരെ ബോംബെയിൽ കിട്ടാനില്ലാത്തതുണ്ട്. ഒപ്പം ഇയാൾ വിളക്കുപാറ ഗ്രാമത്തിലെ
നല്ല മരമണ്ടനായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ മണ്ടത്തരം ചെയ്യോ, ഒരുത്തൻ്റെ എല്ലാ തരികടിയും പഠിച്ച ഒരു പെണ്ണിനെ ഗർഭിണിയാക്കുക. അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാലും അടിയോ, എന്ത് അടിമാലി ഫാമിലിയോ. അവളുടെ അമ്മയാണെങ്കിൽ മോളെ എഴുകൊണ്ടത്, അമ്മയും മോളും കൂടെ ചേർന്ന് ഇവനെ ശരിക്കും ട്രാപ്പിലാക്കി. 10 കോടി രൂപ തന്നിട്ട് പോടാൻ മറ്റവനെന്നാണ് തള്ളയും പറയുന്നത്. അപ്പോൾ തള്ള പറയാണ് എൻ്റെ കൈ കിട്ടി അവനെ അടിച്ച് റെഡിയായി കളയുന്ന പറഞ്ഞു. തല്ലാനോ? അയ്യോ അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. ആരെ? ഈ ഓസ്കാർ വിന്നർ പത്മശ്രീയെ പറയാണ്. എനിക്കറിഞ്ഞൂടാ, തനി ഈ വിളക്കുപാറ ഗ്രാമത്തിലെ ഒരു ബുദ്ധിയില്ലാത്ത, ബുദ്ധി ഉറയ്ക്കാത്ത ഒരുത്തനെ പോലെയാണ് ഇപ്പോൾ പൂക്കുട്ടിയുടെ പോക്ക്. എനിക്ക് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ച് ലീലാവിലാസങ്ങൾ നടത്തുന്നത് തീരെ ഇഷ്ടമല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടാ പൂക്കുട്ടി എന്നാണ് ആ പെണ്ണ് കേൾക്കുന്നത്. പെണ്ണിന് ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഇഷ്ടമല്ല, ലൈവാണ് ഇഷ്ടം. ഞാൻ ചിരിച്ചു പോയനെ. അത് ഞാൻ നിന്നോട് തുറന്ന് പറഞ്ഞില്ലേ അന്നേ? നീ എൻ്റെ അടുത്ത് വരുമ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? പറയുന്നുള്ള വിശ്വസിച്ച ഇയാൾ മരപ്പൊട്ടനല്ലേ എന്ന് ഞാൻ ചോദിക്കും. കാരണം എടാ, ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കാതെ പോയാൽ ആ പെണ്ണ് ഗർഭിണിയാവൂലേ? അതെ, അത് ശരി. അത് ശരിയാണല്ലേ. ഒരിക്കൽ കലക്കി, രണ്ടാമതും അഞ്ചാമതോ ഗർഭിണിയായാൽ അവളുടെ ട്രാപ്പിലാവില്ലടാ പൊട്ടാ നീ എന്നാണ് എനിക്ക് പൂക്കുട്ടിയോട് ചോദിക്കാൻ തോന്നുന്നത്. എങ്ങനെ പ്രഗ്നന്റ് ആയ ഞാൻ ആ പെൺകുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഒരു തനി പൊട്ടനാണെന്നേ. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഇങ്ങനെ ചെയ്യൂ. ഗർഭനിരോധന ഒരു മാർഗവും എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഇടാ കിഴക്കേക്കോട്ട് ഇറങ്ങുന്നതിന് ഒരു തമ്പാനൊരു ഇറങ്ങണ്ടേ? ഈ മര ശുദ്ധ പൊട്ടനാണെന്ന് ഞാൻ പറയും. മരപ്പൊട്ടനും അല്ല, വേട്ടാവളിയനെന്ന് വിളിച്ചാലും കുറഞ്ഞു പോകുമെന്നാണ് എനിക്ക് തോന്നണേ. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ലോകം കണ്ട ഒരു അവാർഡ് വിന്നറുടെ ഗതികേട് നിങ്ങൾ നോക്കൂ. ഇപ്പോൾ കേരളത്തിലെ എല്ലാവരുടെ കയ്യിലെ ഫോണിലും ഇവൻ കിടന്ന് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാതെ ലീലാവിലാസം നടത്തിയതിൻ്റെ എല്ലാ കഥയും ലൈവിൽ കിടക്കുകയാണ്. ഓ, ഇറങ്ങിയിരിക്കുകയാണെന്നേ. എന്തിനും 2 ആണുങ്ങളുടെ ചങ്കൂറ്റത്തോടെയാണ് അവൾ സംസാരിക്കുന്നത്. മുട്ടം തെറിയും അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഭീഷണിയും പട്ടി തണ്ടി എടാ പൂക്കുട്ടി എടാ പോടാന്നൊക്കെയാണ് വിളിക്കുന്നത്. ആരെ? പത്മശ്രീ വിന്നറെ. പ്ലീസ്. ഭർത്താവിനെ വിളിക്കുന്ന തെറി ആരെ? അവനെ ഫിറോസിനെ. സമൂഹത്തിന് പുല്ലുവില നൽകാത്ത പെരുമാറ്റം. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഇപ്പൊ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.